കമ്പനിയിൽ കാണിച്ച പോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഒരു ബാർ ചാർട്ടോ അല്ലെങ്കിൽ ലൈൻ ചാർട്ടോ എടുക്കുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ സെയിൽസ് ബൈ മന്ത് സെയിൽസ് വാല്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ അത് വൈ ആക്സിസിൽ വരുമ്പോൾ നമ്മൾ മന്ത് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ മന്ത് എന്ന് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ അതൊരു ടെക്സ്റ്റ് ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിൽ അത് സോർട്ടിങ് കറക്റ്റ് ആയിരിക്കത്തില്ല. അത് നമുക്ക് ഈ ഒരു ഡെമോയിൽ കാണിക്കാതെ എങ്ങനെ സോർട്ടിങ് കറക്റ്റ് ആക്കി എടുക്കുന്നത് എന്നുള്ളത്. ഡേറ്റ് ഫോർമാറ്റാണ് നമ്മൾ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അത് സോർട്ടിങ് കറക്റ്റ് ആയിരിക്കും. പക്ഷെ അത് മന്ത് എന്ന് പറയുന്ന മന്ത് നെയിം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് പോലെ ചെയ്യുമ്പോൾ അത് ആൽഫബറ്റിക്കലി അത് സോർട്ട് ആയി. അപ്പോൾ അതെങ്ങനെ അത് കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആദ്യം നമുക്ക് ഒരു എക്സൽ ഡേറ്റ തന്നെ ഉണ്ടാക്കാം. അതിനുശേഷം ആ ഡേറ്റ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം ഫോർ കാണിക്കാൻ വേണ്ടിയിട്ട്. സോ എക്സാമ്പിൾ ഡേറ്റ് സെയിൽസ് ഇത് 2 കോളം മതിയാവും. ഫസ്റ്റ് ഓഫ് ജാനുവരി 25 ആയി. അതിനുശേഷം +1 ചെയ്തുകൊണ്ട് നമുക്കൊരു 365 ദിവസം, അത് ഒരു വർഷത്തെ നമുക്ക് ഡേറ്റ് ചെയ്യാം. ഞാനത് വാല്യൂസ് പേസ്റ്റ് ചെയ്യാൻ. ഓക്കെ, 31 ഡിസംബർ വരെയുള്ള ഡേറ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് റാൻഡം ബിറ്റ്വീൻ ഉപയോഗിച്ചുകൊണ്ട് 1000 വേണമെങ്കിൽ ഒരു 10,000ന്റെ ഡിഫറൻസ് വരുന്ന റാൻഡം ആയിട്ടുള്ള കുറെ നമ്പർ നമുക്ക് കൊടുക്കാം. നമുക്ക് താഴെ വരെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ വാല്യൂസ് പേസ്റ്റ് ചെയ്യാണ്. സോ വി ഹാവ് സെയിൽസ് ഡേറ്റ, ഓക്കെ, ആൻഡ് ഡേറ്റ് ആസ് വെൽ, 2 കോളമായി. ഇനി നമുക്കിത് ഡെസ്ക്ടോപ്പിൽ എവിടെയെങ്കിലും സേവ് ചെയ്യാം. അതിനുശേഷം അല്ലെങ്കിൽ ഡേറ്റ സെയിൽസ്, ഓക്കെ. ഇനി നമുക്ക് പവർ BI വഴി ഇത് ഇമ്പോർട്ട് ചെയ്യാം. ഗെറ്റ് ഡേറ്റ എക്സൽ വർക്ക് ബുക്ക് ഡേറ്റ സെയിൽസ്, ഓക്കെ, ഓപ്പൺ ചെയ്യാം. അവസാനം ഇവിടെ ഇമ്പോർട്ട് ആവും ഈ ഡേറ്റ. അതിനുശേഷം അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. അപ്പോൾ കറക്റ്റ് ഒന്നുകൂടെ പിടികിട്ടും. നാവിഗേറ്റർ വിൻഡോയിലായി ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വർഷത്തെ, അതായത് 365 ഡേയ്സ് വർത്ത് ഓഫ് സെയിൽസ് ഡേറ്റ ഇതിൽ ഇമ്പോർട്ട് ആവും. ഓക്കെ, ഷീറ്റ് 1 നമ്മൾ ഷീറ്റ് അവിടെ ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു, ഷീറ്റ് 1 കാണിക്കുന്നത്. ഷീറ്റ് 1 ഡേറ്റ് ആൻഡ് സെയിൽസ് നമ്മൾ ചെയ്ത സെയിൽസ്, ഒരു വർഷത്തെ സെയിൽസ് ഉണ്ടാവും. നമുക്ക് സ്ട്രൈറ്റ് അവേ ഇത് ലോഡ് ചെയ്യാം. ഇതിൽ വേറെ ട്രാൻസ്ഫോം ചെയ്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ലോഡ് ചെയ്യാം. ഓക്കെ, പവർ BIയിലോട്ട് അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ടേബിൾ വ്യൂ ഇപ്പോഴും നോക്കാം ഇത് ലോഡ് ആയതിനു ശേഷം. ഡേറ്റ് സെയിൽസ്, ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ആയിട്ടുണ്ട്. സെയിൽസ് വന്നു കഴിഞ്ഞു. നമുക്ക് ഇവിടെ പോകാം. ഡേറ്റ ഫീൽഡിൽ നമുക്ക് ഇതിന്റെ ഷീറ്റിന്റെ പേരൊന്ന് മാറ്റാം. സെയിൽസ് ടേബിൾ, ഓക്കെ, സെയിൽസ് ടേബിൾ, ഓക്കെ. ടേബിളിന്റെ പേര് സെയിൽസ് ടേബിൾ എന്നായി. 2 കോളമേ ഉള്ളൂ, ഡേറ്റ് ആൻഡ് സെയിൽസ്. ഈ ഡേറ്റ് എന്നുള്ളത് ഹെറാർക്കി മാറിയിട്ടുണ്ട്. അതിനെ ഒരു വർഷത്തെ ഡേറ്റ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് തന്നെ പവർ BI ഡിറ്റക്ട് ചെയ്തിട്ട് ഇയറിലും ക്വാർട്ടറിലും മന്തിലും ഡേ വൈസ് ആയിരുന്നല്ലോ, 1, 2, 3 എന്ന് പറഞ്ഞ ഡേറ്റിലായിരുന്നു. അതിന് അങ്ങനെ ആ രീതിയിൽ ഹെറാർക്കിയിൽ ക്ലബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഫോർ ആൻ എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ക്ലസ്റ്റേർഡ് കോളം ചാർട്ട് എടുക്കാം. ഓക്കെ, സെയിൽസ് സെലക്ട് ചെയ്തു. സെയിൽസ് ബൈ ആക്സസ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്, സം ഓഫ് സെയിൽസ്. അതുപോലെ ഡേറ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, ഡേറ്റ് സെലക്ട് ചെയ്തപ്പോൾ ആ ഹയറാർക്കി മൊത്തം സെലക്ട് ആയി. അപ്പോൾ നമുക്ക് വേണ്ടാത്തത് ഈ എക്സ് ആക്സിസിൽ എടുത്ത് കളയാം. ഇയർ വേണ്ട, ക്വാർട്ടറും വേണ്ട, ഡേയും വേണ്ട. സോ മന്ത് വൈസ് വന്നു കഴിഞ്ഞു. ഇപ്പൊ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഞാനിത് ഒന്നുകൂടെ ബോൾഡ് ചെയ്യാം, അപ്പൊ കുറച്ചും കൂടെ അതിന് കറക്റ്റ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഫോർമാറ്റിൽ പോയിട്ട് ഇതിന്റെ വൈ ആക്സിസ് എക്സ് ആക്സിസ് വലുതാക്കാം. അപ്പൊ കുറച്ചും കൂടെ അത് വിസിബിൾ ആയിരിക്കും തോന്നുന്നു. ബോൾഡ് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ വൃത്തിക്ക് കാണാം സ്ക്രീൻ ഷെയറിൽ. ഓക്കെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇതിപ്പോ കറക്റ്റ് ഓർഡറിലാണ് വരുന്നത്. കാരണം ഇത് ഡേറ്റ് ഓൾറെഡി ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ സീരിയൽ നമ്പർ അനുസരിച്ച് ഡേറ്റ് ടു ഡിസംബർ വരുന്നുണ്ട്. പക്ഷെ വേറെ സർക്കംസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്. ലൈക്ക് ഇപ്പൊ ജനുവരി എന്നുള്ളത് JAN, ഫെബ്രുവരി എന്നുള്ളത് FEB, മാർച്ച് എന്നുള്ളത് MAR, അല്ലെങ്കിൽ ജനുവരിക്ക് JF, ഫെബ്രുവരിക്ക് F, ആ തരത്തിൽ നമുക്ക് വേണ്ടി വരും. ഇതിപ്പോ ഫുൾ മന്ത് കാണിക്കുന്നതുകൊണ്ട് നമ്മൾ ഡേറ്റിൽ നിന്ന് ഇത് പിക്ക് ചെയ്തുകൊണ്ടാണ് ഓർഡർ വൈസ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത്.
നമുക്ക് ഒരു കോളം ആഡ് ചെയ്ത് നോക്കാം. JNFEB എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ 3 ക്യാരക്ടർ വെച്ചുകൊണ്ട്. അപ്പോൾ അത് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. കോളം വ്യൂവിൽ പോവാം. ന്യൂ കോളം. ഈ ഡേറ്റിനെ റെഫർ ചെയ്തുകൊണ്ട് മന്ത് ആസ് ഇൻ MMM, ഓക്കെ, ഈസ് ഈക്വൽ ടു ഫോർമാറ്റ് വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാം. ഏതാണ്? ഡേറ്റ്. സെയിൽസ് ടേബിളിലെ ഡേറ്റ് പാസ് ചെയ്ത് കൊടുക്കാം, കോളം, ആൻഡ് ദെൻ ദ ഫോർമാറ്റ്. ഓക്കെ, ഡോട്ട് ഹൈറാർക്കി വന്നുകൊണ്ടാണ് ഇത് ഡോട്ട് ഡേറ്റ് എന്നുള്ളത് കൊടുക്കും. കോമ ഫോർമാറ്റ്. ഫോർമാറ്റ് എന്ന് പറയുന്നത് MMM. ഇത് എക്സൽ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഓൾറെഡി. ഫോർമാറ്റ് അതിനുശേഷം 3 തവണ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 3 ക്യാരക്ടർ ആയിരിക്കും സ്ട്രിംഗ് ആയിട്ട് വരുന്നത്. എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം മന്ത് എന്നുള്ളൊരു മെഷർ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ പറയുന്ന എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ് ആക്സിസിൽ നിന്ന് ഈ ഡേറ്റ് മാറ്റിയിട്ട് നമുക്ക് ഈ MMM എന്നുള്ള പുതിയ മെഷർ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ പിടികിട്ടും എന്താണെന്നുള്ളത്. ഇത് ബന്ദ് ചെയ്ത് കളയാം. അതിനുശേഷം MMM. ഇപ്പൊ നോക്കൂ, വളരെ ഷഫിൾഡ് ആയിട്ടുള്ള ഒരു ലോജിക്കും ഇല്ലാത്ത തരത്തിലുള്ള ഓർഡർ വൈസ് ആണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സോർട്ട് ചെയ്തുകൊണ്ടോ ഒന്നും നമുക്കത് മാറ്റാനാകത്തില്ല. ഫോർ എക്സാമ്പിൾ സോർട്ട് ആക്സിസ് ബൈ മന്ത്, അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കത്തുള്ളൂ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, മെയ്. സോർട്ട് ആക്സിസ് ബൈ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് എന്തോ ഇത് നോക്കിക്കോളൂ. ഏപ്രിൽ, ഓഗസ്റ്റ്, ഡിസംബർ, ഫെബ്രുവരി, ജാനുവരി, ജൂലൈ, മാർച്ച്, മെയ്. ഓക്കെ, ആൽഫബറ്റിക് ഓർഡറിൽ വരുന്നത്. കാരണം ഇത് ടെക്സ്റ്റ് ഫോർമാറ്റിലായി കഴിഞ്ഞു. നമ്മൾ ഇത് ഇവിടെ ചെയ്ത ഫോർമുല അനുസരിച്ചിട്ട് ഇത് ഫോർമാറ്റിൽ ടെക്സ്റ്റ് ഫോർമാറ്റിലായതുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ ഫോർമാറ്റ് വേണമെന്നാണ്. ഓക്കെ, നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഏപ്രിൽ, ഓഗസ്റ്റ് അങ്ങനെ വേണ്ട. പകരം നമ്മൾ 3 ക്യാരക്ടർ എടുത്തു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കോളം കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് ഓരോ മാസത്തിനും ഒരു സീരിയൽ നമ്പർ കൊടുക്കുക. അതായത് ജനുവരിക്ക് 1, ഫെബ്രുവരിക്ക് 2, മാർച്ചിന് 3. എക്സലിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമല്ലോ. അപ്പോൾ ജാൻ എന്നുള്ളത് 1 കൊടുത്തുകൊണ്ട്, ഫെബ്രുവരി എന്നുള്ളത് 2 കൊടുത്തുകൊണ്ട്, അതിനുശേഷം കസ്റ്റം സോർട്ടിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ എക്സലിൽ. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ അസെൻഡിങ് ടു ഡിസെൻഡിങ് ചെയ്യാൻ കഴിയുമല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും. അതിന് വീണ്ടും ടേബിൾ വ്യൂവിൽ പോവുക. ക്രിയേറ്റ് എ ന്യൂ കോളം. ഓക്കെ, ന്യൂ കോളം. അതിനുശേഷം മന്ത് നമ്പർ. ഓക്കെ, മന്തിന് ഈ മാസം വരുന്നതിന് ഒരു നമ്പർ, സീരിയൽ നമ്പർ ആയിട്ട് കൊടുക്കാം. സോ ദിസ് മന്ത് ഡേറ്റ് പാസ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? സെയിൽസ് ടേബിൾ ബൈ ഡേറ്റ്. സെയിൽസ് ടേബിളിലെ ഡേറ്റ് കോളം. ഓക്കെ, ബൈ ഡേറ്റ്. അപ്പോൾ ഇത് സീരിയൽ നമ്പറായിട്ട് വന്നു കഴിഞ്ഞു. ജനുവരി എന്നുള്ളത് പിന്നെ നമ്പർ 1 വന്നു കഴിഞ്ഞു. ഫെബ്രുവരി എന്നുള്ളത് 2, മാർച്ച് എന്നുള്ളത് 3, ആൻഡ് ഏപ്രിൽ എന്ന് പറയുന്നത് 4. ഈ രീതിയിൽ സീരിയൽ നമ്പർ അപ് ടിൽ 12 വന്നു കഴിഞ്ഞു. ഓക്കെ, ഒരു വർഷത്തെ ഈ സീരിയൽ നമ്പർ, മന്ത് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്നുകൂടി വിഷ്വലിൽ പോവാം. ഇപ്പൊ ഇത് ഷഫിൾ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇത് തെറ്റായിട്ടാണല്ലോ കാണിക്കുന്നത്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മന്ത് നമ്പർ എന്ന് പറയുന്നതിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ സോർട്ട് ചെയ്യേണ്ട ആ മെഷർ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം കോളം ടൂൾസിൽ പോയിക്കൊണ്ട് സോർട്ട് ബൈ മന്ത് നമ്പർ, നമ്മളിപ്പോൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത മന്ത് നമ്പർ ഉണ്ടല്ലോ, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. നോക്കും, ജനുവരി, ഫെബ്രുവരി, മാർച്ച് സോർട്ട് ആയി കഴിഞ്ഞു. കണ്ടില്ലേ, ജനുവരി തൊട്ട് ഡിസംബർ വരെയല്ല. കാരണം നമ്മൾ ടേബിൾ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളിവിടെ സോർട്ട് ചെയ്തു. അപ്പോൾ സോർട്ട് ചെയ്തപ്പം ആ 1 എന്നുള്ളത് ആദ്യം വരികയും ഏറ്റവും 12 എന്നുള്ളത് ഏറ്റവും അവസാനം വരിക. ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കാം. ഇത് ഡിസംബർ ടു ജനുവരി ആക്കാം. എങ്ങനെ? ഇവിടെ പോയിക്കൊണ്ട് സോർട്ട് ആക്സിസ്, സോർട്ട് ഡിസെൻഡിങ് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഡിസംബർ, നവംബർ, ഒക്ടോബർ അങ്ങനെയും വരും. കണ്ടില്ലേ, സോർട്ട് അസെൻഡിങ്. ഇത് ഇങ്ങനെ മന്ത് നമ്പർ കൊടുത്തുകൊണ്ട്, അതായത് എക്സ്ട്രാ ആയിട്ട് ഒരു സപ്പോർട്ടിംഗ് കോളം കൊടുത്തുകൊണ്ട് ആ കോളത്തിനെ സോർട്ട് ചെയ്ത് നമുക്ക് ഇവിടെ അതിന്റെ ആ ഡേറ്റ സ്ട്രൈറ്റ് ആക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് വീക്കിലും ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ ഇത് മന്ത് അല്ലേ കാണിക്കുന്നത്. വീക്ക് ഫോർ എക്സാമ്പിൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്നുള്ളത് അതും ഇവിടെ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ അത് തിരിഞ്ഞു മറിഞ്ഞു കൊടുക്കാം. ആദ്യം നമുക്ക് അങ്ങനെ ഒരു കോളം ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ആ എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കാം. സോ ക്രിയേറ്റ് എ ന്യൂ കോളം. വീക്ക് നെയിം. വീക്ക് നെയിം വരുന്നതിന് ഫോർമാറ്റ് പാസ് ദ വാല്യൂ. ഓക്കെ, വാല്യൂ എന്ന് പറയുന്ന കോളം ഡേറ്റ് പാസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഫോർമാറ്റ് ഐ തിങ്ക് ഡി. ഓക്കെ, ഡേറ്റ് അടിച്ച് നോക്കാം. ഈ ഫോർമാറ്റ് അടിക്കുമ്പോൾ ഡേറ്റിന്റെ
ആ പർട്ടിക്കുലർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റിന്റെ വെനസ്ഡേ. ഇപ്പം WED എന്നുള്ള വെനസ്ഡേ വരണം അല്ലേ? ഉണ്ട്, ഫുൾ ആയിട്ടാണ് വരുന്നത്. തേഴ്സ്ഡേ എന്ന് പറയുന്നത് തേഴ്സ്ഡേ. അപ്പൊ നമുക്ക് ഈ ഫോർമാറ്റ് ഇത് എക്സലിൽ അറിയാവുന്നവർക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ഫോർമാറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ആക്കിയെടുക്കും. ഇത് കൊണ്ടുവരുവാണെങ്കിലും ഇതും അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ആയിരിക്കും വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ 3 ക്യാരക്ടർ എടുത്താൽ മതിയായിരിക്കും. ഐ ഡോണ്ട് നോ ഇറ്റ് വർക്ക്സ്. 3 ക്യാരക്ടർ എടുത്തു. ഓക്കെ, 3 തവണ ഡി എടുത്തപ്പോൾ 3 ക്യാരക്ടർ വരുന്നുള്ളൂ. ഓക്കെ, ബാക്ക് ടു വിഷ്വൽ റിപ്പോർട്ട് വ്യൂ. നമുക്ക് ഇതിന്റെ ഒരു കോപ്പി എടുക്കാം. ഓക്കെ, ഇതിന്റെ കോപ്പി, ഈ വിഷ്വലിന്റെ ഒരു കോപ്പി എടുത്ത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തുകൊണ്ട് Ctrl+V ചെയ്യാം. അതിനുശേഷം മന്ത്, ഈ എക്സ് ആക്സിസിലുള്ള മന്ത് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് വീക്ക് നെയിം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ, ഫ്രൈഡേ. ഇത് സോർട്ട് ഓർഡറിലല്ല, ഇത് സം ഓഫ് സെയിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ആണ് വരുന്നത്. ഓക്കെ, വീക്ക് നെയിം ഇപ്പോഴും കറക്റ്റ് ആവുന്നില്ല. വെനസ്ഡേ, തേഴ്സ്ഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേ. ഇത് ഷഫിൾ ചെയ്ത് പോവുകയാണ്. കാരണം നേരത്തെ കേസ് തന്നെയാണ്. ഇത് ടെക്സ്റ്റ് ഫോർമാറ്റിലായതുകൊണ്ട് ഇത് സോർട്ട് ചെയ്യാൻ നോക്കില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വീക്ക് നെയിമിനെ ആസ്പദമാക്കിയിട്ട് ഒരു സീരിയൽ നമ്പർ 1 2 3 4 5 6 7 നമുക്ക് ആ കോളത്തിന് അഡീഷണൽ ആയിട്ട് കൊണ്ടുവരികയും ആ കോളത്തിനെ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആവുകയും ചെയ്യും. എക്സാക്ട്ലി സെയിം മന്ത് നമ്പർ ഉപയോഗിച്ച് ചെയ്തെന്ന് പറഞ്ഞ പോലെ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത്? ഒന്നുകൂടെ പോകാം കോളത്തില്. ഈ വീക്കിനെ ബേസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യാം. അതിന് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ എക്സലിലാണ് എങ്ങനെയാണ്, ഇഫ് മൺഡേ, ഇഫ് ദ കോളം ഈസ് മൺഡേ ദെൻ 1, ഇഫ് ദ കോളം ഈസ് ട്യൂസ്ഡേ ദെൻ 2, അങ്ങനെ ഇഫ് കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്കത് അവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ വീക്ക് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടല്ലോ. ആ വീക്ക് ഡേ ഉപയോഗിച്ചുകൊണ്ട് 1 through 7 എന്നുള്ള സോർട്ടിങ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. സോ what we can do is click on the new column and then week, maybe വീക്ക് സോർട്ട് അങ്ങനെ കൊടുക്കാം. അതിനുശേഷം വീക്ക് ഡേ. എക്സൽ അറിയാവുന്നവർക്ക് ഓൾറെഡി ആയിരിക്കും. ഡേറ്റ് പാസ് ചെയ്യുക. ഓക്കെ, ഡേറ്റ് കോളം പാസ് ചെയ്തു. അതിനുശേഷം നമ്പർ 2 ആണെന്ന് തോന്നുന്നു. നമ്പർ 2 ആണെന്നുണ്ടെങ്കിൽ മൺഡേ എന്നുള്ള ദിവസം 1 ആയി മാറും. ട്യൂസ്ഡേ എന്നുള്ളത് 2 ആയി മാറും. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 2 ചെയ്ത് ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഇത് എക്സൽ അറിയാവുന്നവർക്ക് ഇതെല്ലാം അറിയാവുന്നതാണ്, ഇതിന്റെ ഫോർമാറ്റ് ഒക്കെ. സോ ലെറ്റ് മീ ചെക്ക്. മൺഡേ എന്നുള്ളത് 1 ആണ്. ട്യൂസ്ഡേ 2 ആണ്. വെനസ്ഡേ 3, തേഴ്സ്ഡേ 4, ഫ്രൈഡേ 5, സാറ്റർഡേ 6, സൺഡേ 7. ഓക്കെ, അപ്പൊ ഈ ഫോർമാറ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. വീക്സ് ഓട്ടോ ആയി കഴിഞ്ഞു. എക്സാക്ട്ലി നമുക്ക് ബാക്ക് ടു റിപ്പോർട്ട് വ്യൂവിൽ പോയിട്ട് വീക്ക് നെയിം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ആ പർട്ടിക്കുലർ സെലക്ട് ചെയ്യുക. അതിനുശേഷം സോർട്ട് ബൈ വീക്ക് സോർട്ട്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സീരിയൽ നമ്പർ ക്രിയേറ്റ് ചെയ്ത വീക്ക് സോർട്ടിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോർട്ട് ബൈ കോളം വീക്ക് സോർട്ട്. ഇത് നോക്കൂ, സൺഡേ, സാറ്റർഡേ, ഫ്രൈഡേ ഉൾട്ടായി പോയി. ജസ്റ്റ് സോർട്ട് ആക്സിസ് ബൈ അസെൻഡിങ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. കണ്ടല്ലേ? അപ്പൊ എങ്ങനെയാണ് എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ വൈ ആക്സിസിൽ ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഒരു സാധനം വരുമ്പോൾ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് അത് സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു കോളം ആഡ് ചെയ്തുകൊണ്ട് അതിനൊരു സീരിയൽ നമ്പർ കൊടുത്തുകൊണ്ട്, അതായത് നമ്പർ കൊടുക്കുക. ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്യാൻ ഒക്കത്തില്ല. ടെക്സ്റ്റ് സോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോളം കൂടെ അഡീഷണൽ ആഡ് ചെയ്തുകൊണ്ട് അതിനൊരു സീരിയൽ നമ്പർ ആയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട ഓർഡറിൽ സീരിയൽ നമ്പർ കൊടുത്തുകൊണ്ട് ആ കോളത്തിനെ ആദ്യം സോർട്ട് ചെയ്യേണ്ട കോളത്തിനെ സെലക്ട് ചെയ്തുകൊണ്ട് സോർട്ട് ബൈ ദാറ്റ് സീരിയൽ നമ്പർ സോർട്ട് അതിനെ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്കത് അലൈൻ ചെയ്ത് കിട്ടും. ഇതിപ്പം മന്ത് ഓർ വീക്ക് നമ്മൾ ആസ് ആൻ എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. വേറെ എന്തെങ്കിലും കേസിലും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സീരിയൽ നമ്പർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള സാധനത്തിനെ സോർട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, താങ്ക് യു.